എന്റെ ഡയറ്റ് കിട്ടിയാൽ മാത്രമേ തടി കുറയ്ക്കൂ എന്ന് പറഞ്ഞിരിക്കുന്നവർക്ക് എന്നാ പിടിച്ചോ 100 ഗ്രാം റൈസ്. ഇന്നത്തെ ദിവസത്തിന് ഭയങ്കര പ്രത്യേകതയാണ്, അതുകൊണ്ട് ചായ കുടിച്ച് തുടങ്ങാനായി ഞാൻ. പ്രത്യേകിച്ചൊന്നുമില്ല, വെയിറ്റ് ഏതാണ്ട് 90 ടച്ച് ചെയ്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ട്രാക്ക് പിടിച്ച് 80കളിലേക്ക് പോയില്ലെങ്കിൽ പണി പാളും. അപ്പൊ എങ്ങനെയാ, കുറയ്ക്കല്ലേ? ഇന്നിപ്പോ ഡേ 1 എനിക്ക് ഇരിക്കട്ടെ ഒരു ഓൾ ദ ബെസ്റ്റ്. ഇത്രയും പള്ളികൾ പിടിക്കാൻ പോകുമ്പോൾ ഭാര്യയെ ക്ഷണിക്കാറുണ്ട്. തടി കുറയ്ക്കണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സ്പോട്ടിൽ റിജക്ഷൻ ആയിരുന്നു. എന്റെ ഡയറ്റ് കിട്ടിയാൽ മാത്രമേ തടി കുറയ്ക്കൂ എന്ന് പറഞ്ഞിരിക്കുന്നവർക്ക് എന്നാ പിടിച്ചോ 100 ഗ്രാം റൈസ്. എടുത്ത റൈസ് കഴിക്കാൻ വേണ്ടി മാത്രമുള്ള കുറച്ച് കറി, 2 കഷ്ണം മീൻ എടുത്തിട്ടുണ്ട്. അപ്പം മുണുങ്ങ് പൂക്കട്ട കാവടി. ഡയറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസീവ്, അതുകൊണ്ട് തന്നെ ഞാൻ നോർമൽ ഫുഡാണ് മാക്സിമം പ്രിഫർ ചെയ്യാറ്. എനിക്കിത് റെഡിയോ നിങ്ങൾക്ക് ഇത് റെഡി ആവണമെന്നില്ല, കാരണം ഞാൻ ഇത് മുമ്പ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അങ്ങനെയല്ല. ബ്രേക്ക്ഫാസ്റ്റ് അടിച്ച് അപ്പൂസിനെ കൊണ്ടാക്കി ഞാൻ നേരെ വർക്കിന് ഇറങ്ങാണ്. ഫുഡ് കുറവെടുക്കുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഫ്രസ്ട്രേഷൻ കാണും. അതുകൊണ്ട് ആരും മെക്കെട്ട് കയറാണ്ടിരിക്കുക, പറ്റാവുന്ന വായടച്ച് മിണ്ടാണ്ടിരിക്കുക. ഉച്ചയ്ക്ക് കഴിക്കാൻ 2 ദോശയും ഒരു മുട്ടയും, അത് കഴിക്കാനുള്ള കുറച്ച് സാമ്പാറും പാഴ്സൽ മേടിച്ച്. 1-2 ദിവസത്തേക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാവും, അത് കഴിയുമ്പോൾ ശീലായിക്കോളും. പിരി വെട്ടിരിക്കുമ്പോൾ നമ്മളെ ക്ഷമ പരീക്ഷിക്കാൻ കുറെ പേര് ഇങ്ങനെ ഇറങ്ങും. അപ്പൊ നമ്മൾ മൈൻഡ് ചെയ്ത് നമ്മൾ ചിരിച്ചോണ്ടിരിക്കണം. ഇപ്പം ബഹളം ഓട്ടത്തിന്റെ ഇടയിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ബ്രേക്ക് നിങ്ങൾ എടുക്കുക, നിങ്ങളുടെ മൈൻഡ് ഓക്കെ ആവാൻ വേണ്ടിയിട്ട്. തിങ്കളാഴ്ച ആയതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് എല്ലാ ഹോസ്പിറ്റൽസിലും നല്ല തിരക്കുണ്ടായിരുന്നു. റോഡിലെ ചെറിയ വഴിയിലും വലിയ വഴിയിലും എല്ലായിടത്തും നല്ല തിരക്കായിരുന്നു. പലയിടത്തും കട്ട പോസ്റ്റ് ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം മറക്കരുത്, നമ്മൾ ചിരിച്ചോണ്ടിരിക്കണം. ഉച്ചയായപ്പോൾ ഫുഡ് കഴിക്കാനുള്ള പരിപാടി നോക്കാണ്. ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കോപ്രായം കാണിക്കുന്നുണ്ട്. ഒരു ബായി വന്നിട്ട് എൻ്റെ അടുത്ത് കാര്യം തിരക്കി. അവസാനം എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയും കൊണ്ട് പോയിട്ടുണ്ട്. തുടക്കത്തിലെ ഫ്രസ്ട്രേഷൻ ഒക്കെ നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാണല്ലോ എന്ന് അറിയുമ്പോൾ അങ്ങ് വിട്ട് കളയാ. ഹോസ്പിറ്റൽ കോഴ്സ് കഴിഞ്ഞ് വന്നപ്പോൾ വണ്ടി കാണാനില്ല. എന്നിട്ട് കണ്ണ് കാണാണ്ടെന്ന് പിന്നെ മനസ്സിലായേ. ഒരുത്ത ഹോട്ടലിലേക്ക് ക്രിക്കറ്റ് കളിച്ചിട്ട് ആളെ കയറ്റിട്ടു. എന്നാൽ പിന്നെ നിർത്തിയേക്കാന്നായി ഞാൻ. ഫുഡിനോടുള്ള ആർത്തി മാറാൻ ഒരുപാട് ഫുഡ് കിട്ടുന്ന സ്ഥലത്ത് മാത്രമേ ഞാൻ കയറാറുള്ളൂ. കാരണം കണ്ടിട്ട് വേണ്ടാന്ന് വെക്കുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു സുഖം പക്ക സൈക്കോ അല്ലേ. അങ്ങനെ ഒരു ചായയും കുടിച്ച് ഇടയ്ക്കൊന്ന് ബ്രേക്ക് എടുത്ത് ഈവനിങ് വിശന്നപ്പോ കഴിക്കാനായിട്ട് ഒരു റോബസ്റ്റ് പഴങ്ങ് മേടിച്ച്. കോൾസ് എല്ലാം കഴിഞ്ഞ് വൈകിട്ട് തിരിച്ച് വീട്ടിൽ പോയിട്ട് ഒരു ചായ ഉണ്ടാക്കി കുടിച്ചു. അതിന്റെ പിന്നാലെ കുറച്ച് സ്വീറ്റ് പൊട്ടറ്റോ. സംഭവം നൈസായിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് ഒരു മുട്ട കഴിച്ചോണ്ട് ഇപ്പൊ 3 മുട്ടയുടെ വെള്ളം മാത്രം. ചേരം ത്രെഡ്മില്ല്, സെമി ജമ്പിങ് ജാക്സ്, കുറച്ചേരം സിറ്റപ്സ് ചെയ്തു. എനിക്ക് സ്റ്റാൻഡിങ് ടോയ് ടച്ചും, എന്നിട്ട് കുറച്ച് ക്രഞ്ചസും, പിന്നെ സദ്യക്ക് പായസം പോലെ ഇച്ചിരി പ്ലാങ്കും. അപ്പൊ സിമ്പിൾ വെയിറ്റ് ലോസിനെ ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോ.